അപ്പോൾ ഞാൻ വീണ്ടും ഒരു ഈസി പീസി ആയിട്ടുള്ള ലഞ്ച് ബോക്സ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുത്തുവിടാൻ വേണ്ടിയിട്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ള ലഞ്ച് ബോക്സ് റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ആയിട്ട് നമ്മൾ ചിക്കൻ എടുക്കുക. ചിക്കൻ നിങ്ങളുടെ ഫ്രഷ് ആയിട്ടുണ്ടെങ്കിൽ ചിക്കൻ കുറച്ച് ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പുമൊക്കെ ചേർത്തിട്ട് നമുക്ക് വറുത്തെടുക്കാം. വേറെ കൂടുതൽ മസാലകളൊന്നും ചേർക്കണ്ട കേട്ടോ. അപ്പോൾ ഇന്ന് ചിക്കൻ ഫ്രഷ് ആയിട്ടുള്ളത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ നഗറ്റ്സ് ആണ് എടുക്കുന്നത്. നഗറ്റ്സ് നമ്മൾ വറുത്തെടുക്കുവാണ്. എയർ ഫ്രയറിൽ വെച്ചിട്ടാണ് വറുക്കുന്നത്. നിങ്ങൾക്ക് എണ്ണയ്ക്കകത്ത് വറുക്കണമെങ്കിൽ എണ്ണയ്ക്കകത്ത് വറുക്കാം. എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടം പോലെ വറുക്കാം. അപ്പോൾ ഞാനൊരു 40 മിനിറ്റ്സ് ആണ് ഇവിടെ സെറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മുടെ ലഞ്ച് റെഡിയാകും കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്, വളരെ പെട്ടെന്ന് റെഡിയാവുന്നത്. അപ്പം പാത്രം ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്കിന് നമുക്ക് നെയ്യ് ചേർക്കാം. നെയ്യ് ഇല്ലെങ്കിൽ നമുക്ക് എണ്ണയായാലും ചേർക്കാം. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേന് കുറച്ച് ജീരകം ചേർക്കാം. പിന്നെ നമ്മുടെ കയ്യിലുള്ള വെജിറ്റബിൾസ് എന്തൊക്കെയാണോ അത് നമുക്ക് ചേർക്കാം. കുഞ്ഞുങ്ങൾക്കാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ കുറച്ച് കളർഫുള്ളായിട്ട് അവർക്ക് ഇഷ്ടമുള്ള എന്തൊക്കെയാണോ അങ്ങനെയുള്ള വെജിറ്റബിൾസ് ഒക്കെ ചേർക്കാം. അപ്പോൾ ഞാനിന്നിവിടെ ചേർക്കുന്നത് ബ്രോക്കോളി, ക്യാരറ്റ്, കോൺ, പിന്നെ ബീൻസ് അങ്ങനെയൊക്കെയുള്ള കുറച്ച് വെജിറ്റബിൾസ് ആണ്. അപ്പോൾ അതെല്ലാം നമുക്കൊന്ന് ഇടാം. ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. കൂടുതലായിട്ട് കുക്കാവൊന്നും വേണ്ട. ചെറുതായിട്ടൊന്ന് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോയി ഒന്ന് വാടി കിട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് ക്യാഷും എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനത് മറന്നു ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനതൊന്ന് ചേർക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മുന്തിരിയോ വേറെ എന്തെങ്കിലുമൊക്കെ ചേർക്കണമെങ്കിൽ ഈ സമയത്ത് ചേർക്കാം. പനീറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചേർക്കണമെങ്കിൽ ഈ സമയത്ത് ചേർക്കാം. അപ്പോൾ എല്ലാം ഒന്ന് വാടിയിട്ട് നമുക്ക് ആവശ്യമുള്ള രീതിക്ക് കുക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് പൊടികൾ ചേർക്കാം. അപ്പോൾ നമ്മൾ ഒരുപാട് മസാലകളൊന്നും ചേർക്കുന്നില്ല കേട്ടോ. കുറച്ച് കുരുമുളക് പൊടി, പിന്നെ ഉപ്പ്, പിന്നെ എരിവിന് വേണ്ടിയിട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സ് ആണ് ചേർക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് എരിവിന് വേണ്ടിയിട്ട് പച്ചമുളക് ചേർക്കണമെങ്കിൽ ചേർക്കാം. പിന്നെ ചില്ലി ഫ്ലേക്സ് ഏറെ വേണമെങ്കിലും ചേർക്കാം. ഞാൻ കുറച്ച് ചേർക്കുന്നുള്ളൂ. അതൊക്കെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കാം. അപ്പോൾ നമുക്ക് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഉപ്പൊക്കെ ആവശ്യത്തിന് ഈ പച്ചക്കറിക്ക് എത്രയാണോ ആവശ്യം അത്ര ഉപ്പിട്ടാൽ മതി. കാരണം ചോറ് ഓൾറെഡി ഉപ്പിട്ടാണല്ലോ വേവിച്ച് വെക്കുന്നത്. അപ്പോൾ ചോറിന് ഉപ്പിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അതെല്ലാം ഒന്നിട്ട് റെഡിയായി വന്നു കഴിയുമ്പോഴത്തേന് നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചിക്കൻ ഒന്ന് ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിടാം കേട്ടോ. അപ്പോൾ നമ്മൾ ചെറിയ ചെറിയ പീസസ് ആയിട്ടാണ് വറുക്കുന്നതെങ്കിൽ അത് അങ്ങനെ തന്നെ ചേർക്കാം. അപ്പോൾ എല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതിലോട്ട് ചേർക്കാം. പിന്നെ പനീർ, ഞാൻ പറഞ്ഞ പോലെ പനീർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പനീർ വേണമെങ്കിലും ഫ്രൈ ചെയ്തിട്ട് ചേർക്കാം കേട്ടോ. അങ്ങനെ ഇതൊന്ന് ചേർത്ത് എല്ലാമായിട്ടൊന്ന് ഇളക്കി പൊടികളൊക്കെ അതിലൊന്ന് പിടിച്ച് റെഡിയായി വന്നു കഴിയുമ്പോഴത്തേക്കിന് നമുക്ക് ആവശ്യമായിട്ടുള്ള ചോറ് ചേർക്കാം. അപ്പം വെജിറ്റബിൾസ് എത്രയാണോ എടുക്കുന്നത് അതിൻ്റെ ഒരു ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ചോറ് ചേർക്കാം കേട്ടോ. ഒരുപാട് ചോറായി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല. അതിനനുസരിച്ചിട്ട് ആവശ്യത്തിനുള്ള ചോറ് ചേർക്കാം. പിന്നെ ഈ സമയത്ത് നിങ്ങൾക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് ഇളക്കാം. പിന്നെ സോയാ സോസ് വേണ്ടവർക്ക് സോയാ സോസ് ഒഴിക്കാം കേട്ടോ. അപ്പം ഞാൻ സോയാ സോസ് ഒന്നും ചേർക്കുന്നില്ല. ലാസ്റ്റായിട്ട് കുറച്ച് നെയ്യും കൂടെ ചേർത്തിട്ട് ചെറിയ തീയിലിട്ട് നമുക്കൊന്ന് അടച്ചു വെക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഇന്നത്തെ ലഞ്ച് റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് മടി പിടിച്ചൊക്കെ ഇരിക്കുന്ന സമയത്ത് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ റെസിപ്പിയാണ്. വേറെ കറിയൊന്നും ആവശ്യമില്ല. നമുക്കിങ്ങനെ ചൂടോടെ കഴിക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.